ബാക്കിൽ നിന്ന് കുറേ നേരമായിട്ടോ ഒരാൾ ഹോൺ അടിക്കുന്നത്. നോക്കിയപ്പോൾ ബൈജാറിൻ്റെ ഫ്രണ്ടാണ്. മര്യാദക്ക് വണ്ടി ഓടിച്ചു പോടാന്നൊക്കെയാണ് പറയുന്നത്. ഞങ്ങൾ തിരൂരുകാരുടെ സ്വകാര്യ അഹങ്കാരമാണല്ലോ ഉണ്ണിയാല് ബീച്ച്. സങ്കടം വന്നാലും സന്തോഷം വന്നാലും അവിടെ പോയി കുറച്ച് നേരം തിരയണിയാൽ തന്നെ മനസ്സിനൊരു പ്രത്യേക സുഖമാണ് കേട്ടോ. മോന് സ്കൂൾ കഴിഞ്ഞ് വന്നപ്പോൾ ഒന്ന് ബീച്ച് വരെ പോയി വരാമെന്ന് വെച്ചു. നമ്മുടെ ഉണ്ണിയാല് പാലം അപകടത്തിൽ നിന്നൊക്കെ പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിലും ഞാനടക്കം എല്ലാവരും ഇപ്പോഴും ആ പാലത്തിൽ കൂടെ തന്നെയാണ് കേട്ടോ പോണത്. താൽക്കാലിക പാലത്തിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ നമ്മളെ ഉണ്ണിയാല് ബീച്ച്. ഓണമായാലും വിഷു ആയാലും പെരുന്നാളായാലും ഇതൊന്നുമല്ല ഒരു കാര്യമില്ലെങ്കിലും ഉണ്ണിയാല് ബീച്ച് എല്ലാ ദിവസവും ഓണാണ് കേട്ടോ. പ്രത്യേകിച്ച് ഞായറാഴ്ച ഒക്കെ ആണെങ്കിൽ അങ്ങോട്ട് അടുക്കാനേ പറ്റില്ല. ഞങ്ങൾ ഇരിക്കാൻ സ്ഥലം കിട്ടിയപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്നു, കുറേ വർത്താനമൊക്കെ പറഞ്ഞു. മോനെ ആദ്യമൊക്കെ കടൽ നല്ല പേടിയായിരുന്നു കേട്ടോ, വെള്ളത്തിലിറങ്ങാൻ ഭയങ്കര പേടിയായിരുന്നു. ഇപ്പോൾ നനയാനിനൊരു സ്ഥലവും ബാക്കിയില്ല. ചെറുതായിരുന്നപ്പോൾ ഒരുപാട് ആഗ്രഹിച്ചതാണ് കടലിൽ ഓടിച്ചാടി കളിക്കണം എന്നൊക്കെ, പക്ഷെ ഇന്ന് വരെ അതിന് പറ്റിയിട്ടില്ല കേട്ടോ. ചെറുതാവുമ്പോൾ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അതിന് പറ്റിയില്ല. ഇപ്പോൾ വലുതായതുകൊണ്ട് അതിനൊട്ടിനി പറ്റൂല്ല. അപ്പോൾ പിന്നെ നമ്മുടെ മക്കളുടെ കളിയും ചിരിയൊക്കെ നോക്കിയിരിക്കുക. എനിക്ക് കിട്ടാതെ പോയിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ എൻ്റെ മോനിന്ന് കിട്ടുന്നുണ്ട്, അവന് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമ്മളെ മനസ്സിനൊരു സുഖമല്ലേ. പക്ഷെ നമ്മളെ വളർന്നിട്ടുള്ളൂ കേട്ടോ, നമ്മളെ മനസ്സിപ്പോഴും ആ 1ലും 2ലൊക്കെ പഠിക്കുന്ന കുട്ടിയുടെ തന്നെയാണ്. ഇതിനിടയിൽ ഞങ്ങൾ 2 ലോഡർ ഫ്രൈസും ഒരു കുപ്പി വെള്ളമൊക്കെ വാങ്ങിയിട്ട് അവിടെ ഇരുന്ന് കഴിച്ചിട്ടോ. ഇയാളിപ്പോഴും എന്തോ ചിന്തിച്ചിരിക്കുകയാണ്. അങ്ങനെ ഫുഡ് കഴിച്ച വേസ്റ്റൊക്കെ ബിന്നിലിട്ട് ഇതാ ഈ നനഞ്ഞു കുതിർന്ന ഈ മുതലിനെ പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ. പിന്നെ കാണാം. ചാ.